എടാ വണ്ടി നിർത്തിയ ഒന്ന് നിർത്ത്. ഡേ പ്രിയയുടെ അച്ഛനാ വിളിക്കുന്നേ. ഒരു മിനിറ്റ്. ഹലോ, പ്രിയ എവിടാ? കറക്റ്റ് സമയത്താ വിളിച്ചേ. ഞങ്ങളും പ്രിയയെ കാണാൻ അന്വേഷിച്ച് നടക്കുക. നിങ്ങളുടെ കയ്യിലെങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് വിവരം അറിയിച്ചിക്കണേ പ്ലീസ്. പ്രിയയെ കാണുന്നില്ലെന്നോ? എന്താടാ ഡ്രാമ കളിക്കുക? സത്യം പറഞ്ഞ എന്താ നിങ്ങളെ വിശ്വസിക്കാത്തെ? മര്യാദയ്ക്ക് അവളെ വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ എല്ലാത്തിനും കൊന്ന് തള്ളു ഞാൻ. ശരി, ഓരോ നിമിഷവും നിങ്ങളുടെ മരണത്തിലേക്കുള്ള കാൽവയ്പ് മരണം ഉറപ്പായി. പ്രിയ അവളുടെ വീട്ടിലും എത്തിയിട്ടില്ല, നമ്മളുടെ കൂടെയില്ല. പിന്നെ ഇവരിത് എവിടെ പോയതാ? നീ ഒന്ന് അകത്ത് കയറി ചെന്ന് അന്വേഷിച്ചേ. ചെല്ല്. ഇറങ്ങടാ. ഇവിടെ വന്നില്ലെന്ന് പറഞ്ഞടാ. ശരി, ഇവിടെ അടുത്തേക്ക് ഒന്ന് നോക്കാം നമുക്ക്. ചാരു, നീ ഞങ്ങളുടെ കൂടെ വരുന്നത് അത്ര സേഫ് അല്ല. അതുകൊണ്ട് വീട്ടിൽ പോയിക്കോ. പോകില്ല, ഞാനും നിങ്ങളുടെ കൂടെ വരും. വേണ്ട, ഇപ്പൊ തന്നെ വീട്ടിൽ നിന്ന് കുറെ നാളായില്ലേ. നിന്റെ പാരന്റ്സ് ഒക്കെ ടെൻഷനാവും. ഞാൻ പോകില്ല. ഞങ്ങൾക്ക് പല സ്ഥലത്തും പോണ്ടി വരും. ഒരുപാട് കാര്യങ്ങളും ഉണ്ടാവും. നീ ചെല്ല്. എന്നാലും സാരല്ല, ഞാൻ എന്തായാലും വരും. ചാരു, നിന്നോട് പോവാനല്ല പറഞ്ഞേ. നിനക്കത് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? വെറുതെ കരയിക്കണ്ട. വിക്കി, എന്താ നീ പറഞ്ഞ? ഞാനോ? ചാരുവിനെ വീട്ടിൽ സേഫ് ആയിട്ട് കൊണ്ടുവിട്ടിട്ട് പ്രേം അവന്റെ വീട്ടിലെത്തിയോന്ന് അന്വേഷിക്കണം. ശരി, അതായിട്ട് തന്നെ വിളിച്ചാൽ മതി. ആ ദേ, കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്തോളില്ലേ? ആ ഓക്കെ, ബൈ. ശരിടാ, ബൈഡാ. ബൈഡാ. ഇത് കറക്റ്റ് റൂട്ടല്ല. എന്തോ ചേടാ? എനിക്കെന്തോ ഇങ്ങനെ അന്വേഷിച്ച് അവരെ കിട്ടുമെന്ന് തോന്നുന്നില്ല. വി ഷുഡ് ഗോ ഇൻ സം അതർ വേ. നിന്റെ ഫ്രണ്ട് ഏതോ ഒരുത്തൻ വോഡഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞു. അവനെ കൂടെ നമുക്കെന്താ കാര്യം? കാര്യമുണ്ട്. ആദ്യം അവനെ വിളിച്ചിട്ട് പൾപ്പ് കഫേയിലേക്ക് പെട്ടെന്ന് വരാൻ പറ. ഹലോ. ഡേ സുരേഷ്. എടാ വരുണേ, എത്ര കാലട മോനെ നീ വിളിച്ചിട്ട്? എടാ, നിന്റെ ഒരു ചെറിയ ഹെൽപ്പ് വേണം. ഓ മൈ ഗോഡ്, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഞാനാരാന്നപ്പാ? എന്തെങ്കിലും ഉടായിപ്പിച്ചിട്ട് സാക്ഷ്യപ്പെടാനാ? എന്നെ കൊണ്ടാവുന്ന പറ്റില്ല മോനെ. പോലീസിന് കേൾക്കുമ്പോ എനിക്ക് പേടിയാ. അത്ര വലിയ കാര്യമൊന്നുമില്ല. നിന്റെ ചെറിയൊരു ഹെൽപ്പ് മതി. പെട്ടെന്നൊന്ന് കാണണം. ഉയ്യന്റെ അപ്പാ, ഇപ്പോഴാ? എനക്ക് ഗവൺമെന്റ് ജോലിയാന്ന് വിചാരിച്ചിനി നീ വിളിക്കുമ്പോ പാഞ്ഞു വരാൻ വേണ്ടിട്ട്. അതെ, വരാൻ പറ്റൂല്ലയോ? എന്താ അളിയാ, അതെന്താടാ നീ അങ്ങെല്ലാം പറയുന്നത്? ഞാൻ വരാടാ. കുറച്ചു നേരം നിക്ക്, മാനേജറോട് പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റൂലൂ. ശരി, ഒന്ന് പെട്ടെന്ന് വരാൻ നോക്ക്. ഞങ്ങൾ ആ പൾപ്പ് കഫേയിൽ ഉണ്ടാവും. എന്തായാലും പെട്ടെന്ന് വരാൻ പറ്റൂല. നിന്റെ കാര്യത്തിൽ ഓടി വന്നിട്ട് അവസാനം ഇവിടുന്ന് എന്റെ പണി പോയാൽ ഞാൻ എന്നാ ചെയ്യാ? ശരി ശരി, ഞാൻ വരാടാ. ഒന്ന് നീ ഒന്ന് അടങ്ങടാ. എന്താ പറഞ്ഞ? വരാന്ന് പറഞ്ഞ? വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ കഫേയിൽ വെയിറ്റ് ചെയ്യാം. ശരി. ഉറപ്പായിട്ടും വരില്ലേ? പറഞ്ഞ് പറ്റിക്കുന്നോന്നല്ലല്ലോ. വരുമെന്ന് വിചാരിക്കാം. വേറെന്ത് ചെയ്യാനാ?
ഇവനാണ് ഞാൻ പറഞ്ഞ സുരേഷ്. ഹായ്. എന്റെ പൊന്നു മോനെ, എന്നെ കൊണ്ട് പറ്റില്ല, നീ എന്നെ ഒഴിവാക്കി തന്നെ. എടാ ഞങ്ങളുടെ സിറ്റുവേഷൻ നീ ഒന്ന് മനസ്സിലാക്ക്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. എന്തെന്ന് അണ്ടർസ്റ്റാൻഡാ? നീ പറയുന്നവരെ ചെയ്യാൻ പോയാലുണ്ടല്ല, ഞാൻ എന്റെ വീട്ടുകാരെപ്പരം റോഡുമേൽ ഇറങ്ങി നിന്നിട്ട് തെണ്ടാൻ നിൽക്കേണ്ടി വരും. തെണ്ടാൻ. എടാ പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യ്. എന്തെന്ന് പ്ലീസാ? എടാ നീ എന്നോടൊന്ന് ചോദിച്ചെന്നറിയാ. മൊബൈൽ കോൾ ഡേറ്റാ. എടാ അത് അങ്ങനെ ഇങ്ങനെ എടുക്കാൻ പറ്റൂല. അല്ല പിന്നെ നമ്പർ ചോദിച്ചാ അതും അറിയില്ല പോലും. അതിനെന്തല്ല വേണ്ടെന്നറിയാം. എനിക്ക് മൊബൈൽ ബില്ല് വേണം, FIRന്റെ കോപ്പി വേണം. ഇത് രണ്ടും കിട്ടിയാൽ നടക്കുന്ന വിചാരമൊന്നും വേണ്ട. എന്റെ മാനേജർ എന്ന് പറഞ്ഞവന്റെ ഒപ്പും കൂടെ വേണം. വല്ലതും തിരിഞ്ഞാ? നീ ചോദിച്ച ഒന്നുപോലും ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷെ ഇതുണ്ട്. തൽക്കാലത്തേക്ക് ഇത് മതിയാവോ? ഇത് ആദ്യം തന്നെ ഇങ്ങ് തന്നാ പോരെ. എന്നെ കൊണ്ട് ഇത്രയും വിഷയം പറയേണ്ട കാര്യമുണ്ടാ? ഇനി നിങ്ങളൊന്നും പേടിക്കണ്ട. എന്റെ മാനേജർ ഞാൻ പറഞ്ഞ ഒപ്പിടാണ്ട് നിൽക്കൂല മോനെ. അതെ, നിങ്ങൾ ഇവിടെ തന്നെ ഒരു ചായയും കുടിച്ചോണ്ടിരിക്കും. ഞാൻ ദേ പോയി ദാ വന്ന്. ബോസ്, ചായ കുടിച്ചു കുടിച്ച് ഷുഗർ വരുന്ന അവസ്ഥയായല്ലോ. ആ സുരേഷ് ഇത്ര നേരമായിട്ട് വരാത്ത എന്താ? നീ ക്ഷമിക്ക്, അവൻ വരുമെന്നേ. ആ വന്നല്ലോ. ഒന്നും വിചാരിക്കല്ല, കുറച്ച് ലേറ്റ് ആയി പോയി. ആ മാനേജർ കൊണ്ടാപ്പാ. ഓക്കെ. എടാ എന്നാ ഞാൻ പോട്ടെ, ഒരുപാട് പണിണ്ട് എനിക്ക് തീർക്കാൻ വേണ്ടിട്ട്. ശരി കേട്ടോ. ഓക്കെ. എല്ലാം ഓക്കെ ആണോ? ഡബിൾ 904121314. ഇന്നലെ വൈകുന്നേരം 5 മണി മുതൽ 12 മണി വരെ 16 കോളാണ് വന്നിരിക്കുന്നത്. 16 കോൾസോ? നീ സുരേഷിനെ വിളിച്ചിട്ട് ഈ അഡ്രസ് എവിടെയാണെന്ന് ചോദിക്കും. എന്നാടാ കാര്യം? ഞാൻ നിനക്കിപ്പോൾ ഒരു ഫോൺ നമ്പർ വാട്സപ്പിൽ അയക്കാം. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് വേണം. പെട്ടെന്ന് ആയിക്കോട്ടെ. ആ ശരി ശരി, നീ അയക്ക്, നോക്കാം. എടാ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു. ദേ വന്നിട്ടുണ്ട്. അല്ല ഇത് ബീഹാർ അഡ്രസ് ആണല്ലോ കാണിക്കുന്നത്. ബീഹാർ അഡ്രസ്സോ? എന്നൊക്കെ ഞാൻ ഡയൽ ചെയ്ത് നോക്കട്ടെ. 9904121314. ഹലോ, ബീഹാർ എന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് ബീഹാറി ഭാഷയല്ലല്ലോ. എന്തോ പ്രശ്നമുണ്ടാ. സംതിങ് ഈസ് റോങ്. ഹലോ. എടാ അതെ, ഒരു ചെറിയ ഹെൽപ്പ് വേണം. വേറൊന്നുമല്ല, എനിക്കൊരു അഡ്രസ്സ് വേണം. ഞാൻ നമ്പർ അയക്കാം, അതിന്റെ അഡ്രസ്സ് ഒന്ന് നോക്ക്. നീ നമ്പർ പറ. 9904121314. ഇതിന് ഞാൻ പിന്നെ എപ്പോഴാണ് നിന്നെ വിളിക്കണ്ടേ? നീ പിന്നെ ഒന്നും വിളിക്കാൻ നിൽക്കണ്ട. ഞാൻ തേർഡ് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുക. ഇപ്പൊ തന്നെ എഴുതിയോ അഡ്രസ്? ഒന്ന് നോട്ട് ചെയ്യ്. ഓക്കെ. അബ്ദുൽ സലീം. അബ്ദുൽ സലീം. അബ്ദുൽ സലീം. റോയ്പേട്ട. റോയൽപേട്ട. റോയ്പേട്ട. മെയിൻ ജംഗ്ഷൻ ടവർ റേഞ്ചിലാണ് ഇപ്പൊ ഉള്ളത്. മെയിൻ ജംഗ്ഷൻ ടവർ റേഞ്ച്. മെയിൻ ജംഗ്ഷൻ താങ്ക്സ് ഡാ. റേഞ്ച്. നോട്ട് ചെയ്തിട്ടുണ്ട്. വാ ഇറങ്ങാം. ഓക്കെ. ചേട്ടാ ഈ സലീം ബായിനൊന്ന് കാണണമല്ലോ. സലീം ബായ അവന്റെ ഉള്ളതിനേക്കാളും നല്ല സൂപ്പർ ഐറ്റം നമ്മുടെ ഉണ്ടപ്പാ. ഐറ്റംസോ എന്ന് പറഞ്ഞ? നീയൊക്കെ പിന്നെ എന്തിനാ വന്ന? ഐറ്റം എന്ന് വെച്ചാൽ നല്ല സൂപ്പർ ഫിഗറുകൾ. ഓ അതെ, എനിക്കതൊന്നും വേണ്ട. എനിക്ക് സലീമിന്റെ അഡ്രസ് കിട്ടിയാൽ മതി. അഡ്രസ്സാ? പറയാ. നേരെ പോയി ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ മെയിൻ റോഡ് വരും. അവിടെ പോയി ചോദിച്ചാൽ മതി. താങ്ക്സ് ചേട്ടാ. വടാ. മോനെ ഒന്നുകൂടെ വന്നേ. എന്തേട്ടാ? ഇവിടെ ഈ സലീം ബായുടെ വീട് എവിടെ? എന്തേട്ടാ? ആളുടെ അടുത്ത് ചെറിയൊരു പരിപാടി. ഞാൻ ഇതോളാം. അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം. നീ ആദ്യം സലീം ബായുടെ അഡ്രസ് പറ. നേരെ പോയി ലെഫ്റ്റ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വീടാ. ഓക്കെ. ആ ശരി. ശരിയേട്ടാ.